ഹലോ, നമുക്കിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്ര നാളെ ഞാൻ കളറിലെ ഡ്രോയിങ്ങാണ് വരച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇത്ര നാളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയായിരുന്നു. എന്നാലും ഇതിനെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് വിളിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. കാരണം എന്താണെന്ന് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ഇവിടെ ഞാൻ ഔട്ട്ലൈൻ വരച്ചിട്ടാണ് പേന കൊണ്ട് വരക്കണത്. കാരണം വെറുതെ എന്തിനാ ഞാൻ തെറ്റിക്കണമെന്ന് ഓർത്തിട്ടാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും, എനിക്ക് പ്രത്യേകം പെട്ടെന്ന് തെറ്റിപ്പോകും വരക്കുമ്പോഴേക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പെൻസിൽ കൊണ്ട് വരച്ചിട്ടേ വരക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോളമൊക്കെ വരച്ചിട്ടാണ് നമ്മൾ വരക്കണത്. കോളത്തിൻ്റെ ഉള്ളിലത്ത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ ബ്ലാക്ക് കൊണ്ട്. അങ്ങനെ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ സ്കെച്ച് ബുക്ക് തീർന്നു വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അതിൻ്റെ ഒരു പോരായ്മയൊക്കെ ഈ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ആ ചെറിയ കോളത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ നമ്മുടെ ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യണം. നമ്മൾ സെൻറ്റാങ്കിൾ ആർട്ട് വരക്കുമ്പോഴുള്ള ലൈനാണ് ഫുള്ള്. അപ്പോൾ ഏത് വശത്താണ് വരക്കണം ആ വശത്തേക്കുള്ള ലൈനാണ് നമ്മൾ ഈ വരക്കണത്. അപ്പോൾ വലത്ത് സൈഡിൽ വലത്തോട്ടും ഇടത്ത് സൈഡിൽ ഇടത്തോട്ടും നമ്മൾ ലൈൻ വരച്ച് കൊടുക്കും. അതുപോലെ തന്നെ താഴത്തെ ഡിസൈനിൽ താഴത്തോട്ടും മേളിലത്തെ ഡിസൈനിൽ മേളിലോട്ടുമാണ് നമ്മൾ ലൈൻ വരക്കണം. ഞാൻ ഈ വരക്കട കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ വരക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടി ഭംഗിയുള്ള പോലെ തോന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആ സ്കെച്ച് ബുക്കിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Please like and subscribe.